എഫക്ട്സ് രോഗികൾക്ക് ഉണ്ടാവുകയും രോഗി മരണപ്പെടാൻ വരെ കാരണമാകാറുണ്ട്. നമ്മൾ ഇന്ന് യൂഷ്വലി കണ്ടുവരുന്നതാണ് ഒരു അൾട്രാസൗണ്ട് റിപ്പോർട്ട് പ്രകാരം നമ്മൾ ഫാറ്റി ലിവറിനെ വിലയിരുത്തുന്നത്. ഗ്രേഡ് 1, ഗ്രേഡ് 2, ഗ്രേഡ് 3 എന്ന് പറഞ്ഞിട്ടുള്ള ഫാറ്റി ലിവറുകളെ കുറിച്ച്. എന്നാൽ ആരാണ് യഥാർത്ഥത്തിൽ ഫാറ്റി ലിവറിനെ കുറിച്ച് സ്ക്രീൻ ചെയ്യേണ്ടതെന്നുള്ളതാണ് യഥാർത്ഥമായിട്ടുള്ള ക്വസ്റ്റ്യൻ. യൂഷ്വലി പൊണ്ണത്തടിയുള്ളവർ, ഒബിസിറ്റി ഉള്ളവർ, ഡയബറ്റീസ് മെലിറ്റസ് ഉള്ളവർ, ഹൈപ്പർ ടെൻഷൻ ഉള്ളവർ, കൊളസ്ട്രോൾ അഥവാ ഡിസ്ലിപ്പിഡീമിയ ഉള്ളവർ, ഈ പറയുന്ന ഗ്രൂപ്പിൽപ്പെട്ട രോഗികളാണ് പ്രധാനമായും നമ്മൾ ഫാറ്റി ലിവറിനെ കുറിച്ച് സ്ക്രീൻ ചെയ്യേണ്ടത്. ഈ പേഷ്യൻസിൽ ലക്ഷണങ്ങളൊന്നും ഉണ്ടാവണമെന്നില്ല. അവർക്ക് വലതുവശത്ത് ചെറിയൊരു ട്രാഗിങ് ടൈപ്പ് ഓഫ് പെയിൻ മാത്രമേ ചിലപ്പോൾ ഉണ്ടാവുള്ളൂ. ഇവരെ നേരത്തെ നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ട ആവശ്യകത എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇവർ പതിയെ ഗ്രാജ്വലി അവർ ഫാറ്റി ലിവർ എന്നുള്ള സ്റ്റേജിൽ നിന്നും മാഷ് എന്ന് പറഞ്ഞൊരു സ്റ്റേജിലേക്ക്, അതായത് ലിവറിൻ്റെ ഒരു നീർക്കെട്ട് പോലെ വരികയും അതിനുശേഷം പിന്നെ അവർ സിറോസിസിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ലിവർ സിറോസിസിലേക്ക് പോയി കഴിഞ്ഞാൽ അവരെ തിരിച്ച് നോർമൽ ലിവറിലേക്ക് കൊണ്ടുവരാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ തന്നെ ഈ രോഗികളിൽ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടത് അത്യാവശ്യമാണ്. ഇവരിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഒന്ന് വെയിറ്റ് റിഡക്ഷനാണ്. 7 മുതൽ 10% വരെ വെയിറ്റ് കുറയ്ക്കുക എന്നുള്ളതാണ്. പിന്നെയുള്ളത് ഡയറ്റാണ്. ഡയറ്റ് ഫാറ്റി മെഡിറ്ററേനിയൻ ഡയറ്റ് എന്ന് പറയുന്നതും അതിന് കൂടുതലായിട്ടുള്ള പ്രോട്ടീൻ അടങ്ങിയ ഫുഡുകളും കഴിക്കുക. അതോടൊപ്പം തന്നെ എക്സസൈസ് ഒരു 150 മിനിറ്റ്സോളം ഒരു വീക്ക്ലി എക്സസൈസ് ഉണ്ടാവണം. അത്തരമുള്ള കാര്യങ്ങളാണ് ഇവരിൽ മെയിനായിട്ട് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇതിന് പുറമെ തന്നെ നമുക്ക് പലതരം ഡ്രഗ്സും അവൈലബിൾ ആണ്. ഈ ഡ്രഗ്സും വെയിറ്റ് റിഡക്ഷനും ബാക്കിയുള്ള മെഷേഴ്സിലും കൂടെ നമ്മൾ ഫാറ്റി ലിവർ ഗ്രാജ്വലി ഇംപ്രൂവ് ആക്കിയിട്ടില്ലെങ്കിൽ അവരിൽ ഗ്രാജ്വലി ഓവർ ദ ഇയേഴ്സ് പതിയെ അത് സിറോസിസിലേക്ക് പ്രോഗ്രസ് ചെയ്യും. ഈ സിറോസിസിൻ്റെ ഭാഗമായിട്ടുള്ള കോംപ്ലിക്കേഷൻസ് വരികയും അതിൻ്റെതായിട്ടുള്ള എഫക്ട്സ് രോഗികൾക്ക് ഉണ്ടാവുകയും രോഗി മരണപ്പെടാൻ വരെ കാരണമാകാറുണ്ട്. അതുകൊണ്ട് നേരത്തെ തന്നെ ഇത്തരം റിസ്ക് ഫാക്ടേഴ്സ് ഉള്ള രോഗികളിൽ നമ്മൾ ഫാറ്റി ലിവർ സ്ക്രീൻ ചെയ്ത് അവർക്ക് ആവശ്യമായ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നതായിരിക്കും യഥാർത്ഥത്തിൽ നല്ലത്.